ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി വ്ലോഗാണ്. ഇങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ വീഡിയോ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളൊരിടം വരെ പോകാൻ ഇറങ്ങിയതാണ്. കുഞ്ഞിപ്പോൾ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് അമ്മയോട് വഴക്കാണ്. അമ്മയെ ഫ്രണ്ടിൽ കയറ്റില്ല, പുറകെ കയറിക്കണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ചേട്ടായും കുഞ്ഞിപ്പിയും ചേച്ചിമോളും അമ്മയും കൂടെ ആറ്റിൻതീരത്ത് പോവാണ്. നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിള്ളേരെ അവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് പോകുന്നത്. എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. വീട്ടിൽ നിന്ന് ആറ്റിലേക്ക് പോകാൻ അത്രയും ദൂരമില്ല, എന്നാൽ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. അവിടെ പോയാലും നമ്മൾ പോയ കാര്യം നടക്കും. പക്ഷേ കുഞ്ഞപ്പിക്ക് അവധി ആയതുകൊണ്ട് അവനൊരു റൈഡ് പോകണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കായിരുന്നു. അപ്പം എല്ലാം കൂടി ഈ ഒരു പോക്കിൽ നടക്കുമെന്ന് ഓർത്ത് ഞങ്ങൾ പോവാണ്. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങി. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ കുടയൊന്നും എടുത്തിട്ടില്ല, എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയി. മഴ പെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ പകുതി സ്ഥലം കഴിഞ്ഞിരുന്നു. കുഞ്ഞിപ്പിയുടെ ചെരുപ്പ് ഊരിപ്പോയെന്ന് പറഞ്ഞെന്തോ കുഞ്ഞിപ്പി കിടക്കുന്നത് അപ്പമാണ്. പുറത്തോട്ട് നോക്കുമ്പോൾ നന്നായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പം ഞാൻ വീഡിയോ എടുക്കാമായി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ചേച്ചിമോളുടെ വീഡിയോയുടെ കൂടെ നമുക്ക് യാത്ര പോകാം. എല്ലാവരുടെയും മുഖമൊക്കെ സൂം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. വ്ലോഗായിട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വണ്ടിയിൽ പാട്ട് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് സൗണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പാട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പി ഭയങ്കര വഴക്കായിരുന്നു. അതുകൊണ്ട് ആ പാട്ടിൻ്റെ കൂടെ വോയിസ് വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് വോയിസ് ഞാൻ കട്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി ഇവിടെ വണ്ടി ഒതുക്കുവാണ്. ഇവിടെ വന്നപ്പോൾ മഴയില്ല, എന്തോ ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല. ഇതാണ് അയ്യപ്പൻ കോവിൽ. കുറച്ച് താഴെയായിട്ടാണ് ആറുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് മഴവില്ലാണ്. അവിടെ ആയിട്ട് മഴവില്ല് കണ്ടു. കുഞ്ഞിപ്പിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മഴവില്ല് ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. പിന്നെ നമുക്കിനി താഴോട്ട് നടക്കാം. ഇവിടെ ഒരുപാട് പൂക്കളുണ്ട്. ഏതൊക്കെ സൈസിലെ പൂക്കൾ വേണമെങ്കിലും ഉണ്ട്. നമുക്കൊരു അത്തപ്പൂവൊക്കെ ഇടാൻ ഇവിടുത്തെ പൂക്കൾ പറിച്ചാൽ ഒരുപാടുണ്ടാവും. അതുപോലെ പൂക്കളാണേ. നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കാടല്ലേ, അപ്പോൾ അത് പറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിനി താഴോട്ട് പോയി നോക്കാം. ഈ ആറിൻ്റെ അക്കരക്കരയാണ് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നത്. തൂക്കുപാലമൊക്കെയുള്ള അയ്യപ്പൻ കോവിൽ. അപ്പം ഈ വഴിയാണ് അതിലോട്ട് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യപ്പൻ കോവിലിലെ അമ്പലമാണ് അവിടെ കാണുന്നത്. ചേട്ടായി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചിമോള്. അമ്മയാണെങ്കിൽ എണ്ണ കാച്ചാനുള്ള മരുന്നൊക്കെ അവിടെ ഉണ്ടോയെന്ന് തപ്പി നടക്കുവാണ്. ചേട്ടായി വീഡിയോ എടുക്കുന്നു. കുഞ്ഞിപ്പി എല്ലാം കണ്ട് രസിച്ച് ഇങ്ങനെ നടക്കുന്നു.
ആറ്റിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് വലിയ ഒഴുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ഒഴുക്കില്ല. കാരണം ഡാമിലെ വെള്ളം, അതായത് ഇടുക്കി ഡാമിലെ വെള്ളം വന്നിട്ട് കയറി കിടക്കുന്ന സ്ഥലമാണ്. വരുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആറ്റിൽ വെള്ളം ഒഴുകുന്നത് കാണാനായിട്ട് പറ്റില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമാവും. അങ്ങനെ മൂടിപ്പോകുമ്പോൾ വെള്ളം കയറി കഴിയുമ്പോൾ അമ്പലവും വെള്ളം കയറിയിട്ട് മുങ്ങിപ്പോവും. പിന്നെ വെള്ളം താഴുന്നതിനനുസരിച്ച് അമ്പലം ഇങ്ങനെ വിസിബിളായിട്ട് വരും. അപ്പം നമുക്ക് ഇങ്ങനെ അമ്പലം ഉയർന്നു വരുന്നത് പോലൊരു ഫീല് വരും. അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. ഇവിടെ നമുക്ക് അമ്പലത്തിലേക്കും അക്കരയ്ക്കും ഒക്കെ പോകാനായിട്ട് വള്ളം കടത്തുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ റോഡ് മാർഗമുണ്ട്. അത് കുറച്ച് ദൂരമാണ്. ഒരിക്കലും അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കിനി നേരെ അടുത്തോട്ട് പോകാം. കുറേ നേരം നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം നമ്മൾ തിരക്കി നടന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഈ പൂവിൻ്റെ പേരാണ് കേശവർദ്ധിനി. ഇവിടെ ഇങ്ങനെ കുറേ നിപ്പുണ്ട്. പൂക്കാത്ത ചെടിയും പൂത്തതുമായിട്ട് കുറേ നിപ്പുണ്ട്. നമുക്ക് കുറേയേറെ പറിച്ചെടുക്കണം. കുറച്ച് നമുക്ക് എണ്ണ കാച്ചാനെടുക്കണം. പിന്നെ കുറച്ച് വന്നിട്ട് നമുക്ക് എന്താ പറയുക, നട്ട് വയ്ക്കാനും കൂടെ, വീട്ടിൽ കൊണ്ട് കുറച്ച് നട്ട് വയ്ക്കാനും കൂടെ എടുക്കാം. ഇവിടെ കുറേ നിപ്പുണ്ട്. ചെറിയ ചെടികളായിട്ട് ഇവിടെ നിപ്പുണ്ട്. അമ്മ കുറേ പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേരോടെ കൂടി പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എണ്ണയ്ക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് നട്ടും കൂടി വയ്ക്കാം. അതിനായിട്ട് വേരോട് കൂടി തന്നെയാണ് പറിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല കളറാണ് കാണാൻ. ഈ പർപ്പിൾ കളറാണ് ഇതിൻ്റെ പൂവിന്. ഇതാണ് കേശവർദ്ധിനിയുടെ പൂവ്. ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നീലക്കുറിഞ്ഞി പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചധികം കേശവർദ്ധിനി ഞങ്ങൾ പറിച്ചെടുത്തു. ഇന്ന് ഞങ്ങൾ തപ്പുന്നത് കയ്യൂന്നിയാണ്. കയ്യൂന്നി ഈ വെള്ളം ഉള്ള സ്ഥലത്തൊക്കെ കാണാറുണ്ട്.
അതൊക്കെ പോയി അതിൻ്റെ തീരത്ത് നിങ്ങൾ നോക്കി, പക്ഷെ അതൊന്നും കാണുന്നില്ല. പിന്നെ കുറേ അവിടെ കണ്ട കമ്പും കൊല്ലുമൊക്കെ ചേച്ചിമോളും കുഞ്ഞിപ്പയും കൂടെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവരവിടെ വെള്ളത്തിലൊക്കെ കളിച്ചു. കയ്യൂന്നി ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഇവിടെ കുറേ അടുത്ത് നോക്കി, എന്നിട്ട് ഇവിടെ ഒന്നും കയ്യൂന്നി കണ്ടില്ല. പിന്നെ പറിച്ചെടുത്ത് കേശവർത്തിന് മാത്രം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുവാണ്. എണ്ണ കാച്ചുമ്പോൾ ഈ കേശവർത്തിന് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പിന്നെ മുടിയുടെ വളർച്ചയെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേശവർത്തിന്. ഇവിടെയെല്ലാം കേശവർത്തിന് ഒരുപാട് നിപ്പുണ്ട്. കാണുമ്പോൾ കൊതിയാവുകയാണ് പറിച്ചെടുക്കാൻ. പിന്നെ വെറുതെ പറിക്കണ്ട, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി അതുകൊണ്ട് നേരെ വീട്ടിൽ പോവാം. എണ്ണ കാച്ചുന്ന വീഡിയോ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല, അതിട്ട് എടുക്കാനും പോകുന്നില്ല. കാരണം എണ്ണ കാച്ചുന്ന വീഡിയോ 2 എണ്ണം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഈ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിടുന്നില്ല. അമ്പലമൊക്കെ കണ്ട് ഞങ്ങളിനി നേരെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുവാണ്. കുഞ്ഞിപ്പി വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. ചേട്ടായി പാട്ടൊക്കെ വയ്ക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ. മഴയില്ലാത്തത് ഒരുപാട് അനുഗ്രഹമായി. പിന്നെ ഇനി കയ്യൂന്നി പറിക്കണം, അതിന് വേറെ എവിടെന്നെങ്കിലും നോക്കണം. അപ്പം ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ പുതിയ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു.